ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളി ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ എഗ് റോൾ. നമുക്ക് സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഒരു 250 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്ക് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 4 മുട്ട കുരുമുളകും ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചിക്കി പൊരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സവോള നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സ്നാക്കിൻ്റെ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും മുട്ടയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് കുറച്ച് നേരം ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് മുട്ട ചിക്കി പൊരിച്ചത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ടൈമിൽ ഉപ്പും മസാലയൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മസാലകൾ കുറവാണ്, നമുക്ക് എരിവൊക്കെ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് റോളിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി റോള് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ 1 കപ്പ് മൈദ പാലും വെള്ളവും ചേർത്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാലപ്പത്തിൻ്റെയൊക്കെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. 1 മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ്. ഈ ബാറ്ററിൽ ഉപ്പും ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബാറ്റർ നമുക്കിനി പാലപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുക്കണം. പാലപ്പച്ചട്ടി ലോ ഫ്ലെയിമിൽ നമ്മൾ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം. നമ്മൾ തീരെ കനം കുറച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇത് അധികം ടൈം വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചൊരു 1 മിനിറ്റ് പോലും വെക്കേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്കത് എടുക്കാവുന്നതാണ്. നമുക്കിനി ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കമഴ്ത്തി വേണം ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെക്കാം. നമുക്കിതിലേക്ക് ഫില്ലിങ് വെക്കാം. നമ്മൾ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ വെച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് സൈഡ് ഒട്ടത്തുള്ളൂ. നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി എടുത്ത് വയ്ക്കാം. നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിലെടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് റോളെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്യാം. ഇതിന് നമുക്ക് തിരിച്ചിടാം. എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മളിത് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തതായതുകൊണ്ട് ഒരുപാട് സമയം ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ എഗ് റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.